കേരളത്തിന്റെ ദീർഘകാല സ്വപ്നം സഫലമായി. രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ വികസന ചരിത്രത്തിലെ മറ്റൊരു അഭിമാന മുഹൂർത്തമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ കമ്മീഷനിംഗാണ് പൂർത്തിയായത്. സമർപ്പണത്തിന് ജനസാഗരം സാക്ഷിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ മന്ത്രി VN വാസവൻ, മന്ത്രി GR അനിൽ, മന്ത്രി സജി ചെറിയാൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, A റഹീം MP, ജോൺ ബ്രിട്ടാസ് MP, ശശി തരൂർ MP, ഗൗതം അദാനി, കരൺ അദാനി, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്ത നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തെത്തും. ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിന് വർഷം 15 ലക്ഷം TU കണ്ടെയ്നർ കൈകാര്യശേഷിയുണ്ട്. 2024 ജൂലൈ 11 മുതൽ ട്രയൽ റണ്ണും ഡിസംബർ 3 മുതൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷനും നടക്കുന്നു. ഇതിനകം 283 കപ്പലുകളെത്തി 6 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു. പദ്ധതി നടപ്പാക്കുന്നതിനിടെ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി. നിർമ്മാണ വസ്തുക്കളുടെ കുറവുമൂലം 3000 മീറ്റർ പുലിമുട്ടിന്റെ പുരോഗതി മന്ദഗതിയിലായിരുന്നു. 2017 ഡിസംബറിൽ ഓഖി ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടം നേരിട്ടു. 2018 പ്രളയം, അസാധാരണമായ ഉയർന്ന തിരമാല, 2019 വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റുകൾ, പ്രാദേശിക പ്രക്ഷോഭം, കോവിഡ് പ്രതിസന്ധി എന്നിവ മറികടന്നാണ് മറ്റിടങ്ങളിൽ നിന്നടക്കം പാറക്കല്ലുകൾ എത്തിച്ച പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയത്. 2000 മീറ്റർ ബർത്തിൽ 5 മദർഷിപ്പ് ഒരേ സമയം അടുപ്പിക്കാൻ കഴിയുന്ന സംവിധാനം. വിഴിഞ്ഞത്തിന്റെ 2 മുതൽ 4 ഘട്ടം വരെ പൂർത്തിയാകുമ്പോഴാണ് ഇത് സാധ്യമാവുക. ഒറ്റഘട്ടമായുള്ള നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. 2028 ഇത് പൂർത്തിയാകും. നേരത്തെ നിശ്ചയിച്ചതിനും 17 വർഷം മുൻപാണ് ഈ നേട്ടം. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഇതിനാവശ്യമായ 9560 കോടി രൂപ മുടക്കുക. രണ്ടാം ഘട്ടത്തിൽ 1200 മീറ്റർ ബർത്ത്, 920 മീറ്റർ പുലിമുട്ട് എന്നിവയാണ് നിർമ്മിക്കുന്നത്. കൂടാതെ കണ്ടെയ്നർ സൂക്ഷിക്കുന്നതിനുള്ള യാർഡുകളും നിർമ്മിക്കും. പുതുതായി നിർമ്മിക്കുന്ന ബർത്തിന്റെ ഓരോ 100 മീറ്ററും ഒരു ഷിപ്പ് ടു ഷോർ ക്രെയിൻ സ്ഥാപിക്കും. അങ്ങനെ 1200 മീറ്ററിൽ 12 ഷിപ്പ് ടു ഷോർ ക്രെയിൻ ആവശ്യമായി വരും. കണ്ടെയ്നർ നീക്കത്തിന് 36 യാർഡ് ക്രെയിനും സ്ഥാപിക്കും. ഒന്നാം ഘട്ടത്തിൽ 24 യാർഡ് ക്രെയിനുകളും 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ പുലിമുട്ടിന്റെ നീളം 3880 മീറ്റർ ആകും. കണ്ടെയ്നർ കൈകാര്യശേഷി പ്രതിവർഷം 45 ലക്ഷം TU ആകും. 1220 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്ത്, 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്ത്, ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം എന്നിവയും ഈ ഘട്ടത്തിൽ നടക്കും. യാർഡ് നിർമ്മാണത്തിനും മറ്റ് സൗകര്യം ഒരുക്കുന്നതിനുമായി കടൽ നികത്തിയുണ്ടാക്കുന്നത് 77.17 ഹെക്ടർ ഭൂമിയാണ്. സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല. 2035 മുതൽ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിച്ചു തുടങ്ങും. ഇതിൽ നിന്ന് 20% VGF നൽകിയ വകയിൽ കേന്ദ്ര സർക്കാരിന് നൽകണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.